ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, പെസഹാകാലം 6-ാം ഞായറിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ വായന അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. ഈ വചനഭാഗം വളരെ ലളിതവും ശക്തവുമായ ഒരു സത്യം നമ്മോട് പറയുന്നു. യേശു എത്തുന്നിടത്ത് മാറ്റവും സന്തോഷവും ഉണ്ടാകും. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ആദ്യകാല ക്രൈസ്തവർ വളരെ പീഡനങ്ങൾ നേരിടുകയായിരുന്നു. വിശുദ്ധ സ്റ്റീഫൻ കൊല്ലപ്പെട്ടതിന് ശേഷം വിശ്വാസികൾ പല ഭാഗങ്ങളിലേക്കും ചിതറിപ്പോയി. സാധാരണ മനുഷ്യരാണെങ്കിൽ ഭയന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തില്ല. അവരെല്ലാവരും യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. അവരിൽ ഒരാളായ ഫിലിപ്പ് സമരിയയിലേക്ക് പോയി. യഹൂദർക്ക് ഇഷ്ടമില്ലാത്ത ജനവിഭാഗമായിരുന്നു സമരിയക്കാരെങ്കിലും ഫിലിപ്പ് അവരെയും ഒഴിവാക്കാതെ അവരോടും യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. അവർ ദൈവവചനം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ രോഗികൾ സുഖപ്പെട്ടു, ദുരാത്മാക്കൾ പുറത്തുപോയി, മുടന്തന്മാർ നടക്കാൻ തുടങ്ങി. പിന്നെ വചനഭാഗം പറയുന്നത്, ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. ഇനി ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. മനുഷ്യന് പണം കിട്ടിയാൽ സന്തോഷം കിട്ടുമെന്ന് ലോകം പറയുന്നു. പദവി കിട്ടിയാൽ സന്തോഷം കിട്ടുമെന്ന് ചിലർ കരുതുന്നു. പക്ഷേ യഥാർത്ഥ സന്തോഷം വരുന്നത് യേശു ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ്. കാരണം യേശു തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നു, നിരാശയുള്ളവർക്ക് പ്രത്യാശ നൽകുന്നു, പാപത്തിൽ വീണവനെ ഉയർത്തുന്നു, ഭയപ്പെടുന്നവന് ധൈര്യം നൽകുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഏകാന്തത, ഭാവിയെക്കുറിച്ചുള്ള ഭയം. പക്ഷേ ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുമ്പോഴല്ല സന്തോഷം വരുന്നത്, യേശു വരുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം വരുന്നത്. രണ്ടാമത്തെ വായന വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. യേശുവിൽ വിശ്വസിക്കുന്നത് വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലൂടെയും നാം കാണിച്ചു കൊടുക്കണമെന്ന് വിശുദ്ധ പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പത്രോസ് പറയുന്നു, നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുവിൻ. അതായത് യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകുക. ജീവിതത്തിൽ പ്രശ്നങ്ങളും നിരാശകളും തെറ്റിദ്ധാരണകളും വന്നാലും വിശ്വാസം കൈവിടാതെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ ജീവിക്കണം. നമ്മുടെ വാക്കുകളേക്കാൾ ശക്തമായി സംസാരിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ഈ ലോകത്തിൽ ഇന്ന് ആളുകൾ അന്വേഷിക്കുന്നത് വലിയ പ്രസംഗങ്ങളല്ല, നല്ല മനുഷ്യരെയാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കുന്നവരും ക്ഷമിക്കുന്നവരും സഹായിക്കുന്നവരുമായ ആളുകളിലാണ് യേശുവിൻ്റെ മുഖം ലോകം കാണുന്നത്. നല്ലത് ചെയ്യുമ്പോൾ ചിലപ്പോൾ കഷ്ടതകളും വിമർശനങ്ങളും വരാം. പക്ഷേ യേശുവും നീതിക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സമാധാനവും സ്നേഹവും പ്രത്യാശയും പകരുന്നവരാകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ യേശുവിൻ്റെ ഏറ്റവും മനോഹരമായ സാക്ഷ്യമായി മാറും. ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. വലിയ ആശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുന്ന സുവിശേഷ ഭാഗമാണിത്. ശിഷ്യരുടെ ഹൃദയം ഭയത്താലും ദുഃഖത്തിലും നിറഞ്ഞിരിക്കുമ്പോൾ യേശുനാഥൻ അവരോട് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എത്ര മനോഹരമായ വാക്കുകളാണിത്. ഈ ലോകത്തിൽ പലപ്പോഴും നമ്മൾ ഏകാന്തത അനുഭവിക്കുന്നു. ചിലപ്പോൾ നമ്മെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നാം. പ്രശ്നങ്ങളും രോഗങ്ങളും കുടുംബ ബാധ്യതകളും നിരാശകളും നമ്മെ തളർത്താം. പക്ഷേ യേശു നമ്മോട് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നും നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിക്കുവാനായി പരിശുദ്ധാത്മാവിനെ അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. കാരണം വിശ്വാസ ജീവിതം നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് മാത്രം മുന്നോട്ട് പോകില്ല. പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത്, തെറ്റുകളിൽ നിന്ന് കാക്കുന്നത്, ശരിയായ വഴിയിൽ നടത്തുന്നത്. ഇരുട്ടിൽ ഒരു വിളക്ക് വഴി കാണിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് പ്രത്യാശയാണ്. ഈ പ്രത്യാശ യേശുവാണ്. പണം തരാത്ത സമാധാനവും ലോകം തരാത്ത സന്തോഷവും യേശു നൽകുന്നു. അതുകൊണ്ട് നാം യേശുവിനോട് ചേർന്നിരിക്കണം, പ്രാർത്ഥനയിൽ വളരണം, നന്മ ചെയ്യണം.
മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷവും ആശ്വാസവും നൽകുന്നവരാകണം. മറക്കാതിരിക്കാം വചനഭാഗം. യേശു നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അവനെ സ്നേഹിക്കുന്നവർ അവൻ്റെ സ്നേഹത്തിൽ എപ്പോഴും ജീവിക്കും.